ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാൻ സപ്പോർട്ടും ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്കൊരു പെയിൻറ്റിങ് വീഡിയോ ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ് ഈ ഗണപതീൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും ഞാനൊരു പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻസും ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് പിക്ക് എടുത്തപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടിനെക്കുറിച്ച് പറയാം. എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ മാടത്തിങ്കീൽ എന്ന് വിളിക്കുന്ന കൗവാൽമാടം ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പിറകിലായിട്ടായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. അമ്പലവുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഓർമ്മകൾ എൻ്റെ ബാല്യകാലം ഓർക്കുമ്പോൾ എനിക്കുണ്ട്. ഒരുപാട് കൂട്ടുകാർ, ഞങ്ങൾ ഒളിച്ചുകളി. ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയിട്ടും അമ്പലത്തിൻ്റെ അകത്തും ഒക്കെ തന്നെയായിരുന്നു. അമ്പലത്തിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. കൗവാൽമാടം ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ പടിപ്പുരയിൽ വലതുവശത്തെ ചുമരിലായിട്ട് ശിവഭഗവാന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് കുറച്ച് പേരെങ്കിലും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർമ്മയുള്ളവരെന്തായാലും അത് ഈ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റെഫറൻസ് പിക്ചർ എടുത്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ വന്ന ചിത്രം അത് ആ പെയിൻറ്റിങ് ആയിരുന്നു. അത് ആര് വരച്ചതാണെന്ന്, എപ്പോൾ വരച്ചതാണെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടോ ഈ ചിത്രം കണ്ടപ്പോഴത്തേക്കും, ഇതിൻ്റെ റെഫറൻസ് പിക്ചർ എടുത്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ വന്നത് ആ പെയിൻറ്റിങ് ആയിരുന്നു. അത്രയും സുന്ദരമായിട്ടുള്ള ശിവഭഗവാന്റെ ഒരു പെയിൻറ്റിങ് ഞാൻ ഇന്നും കണ്ടിട്ടില്ല. ആ ഫോട്ടോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇടാം. ഇപ്പോൾ അമ്പലം പുതുക്കി പണിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആ പെയിൻറ്റിങ് ഇല്ലാണ്ടായി. ഇപ്പോൾ അമ്പലത്തിൽ ആ പെയിൻറ്റിങ് കാണാൻ പറ്റില്ല. കുട്ടിക്കാലത്തെല്ലാം ഉണ്ടാകുന്ന ഓർമ്മകൾ അങ്ങനെയാണല്ലേ, നമ്മളെ മനസ്സിൽ നിന്ന് എപ്പോഴും പോവില്ല. മധുരമുള്ളതും കയ്പുള്ളതുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മളെ മനസ്സിലുണ്ടാവും കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇനിയും അതുപോലത്തെ ഒരുപാട് സ്റ്റോറീസുമായിട്ട് ഞാൻ വരും. അതുപോലെ ഈ പെയിൻറ്റിങ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി അറിയിക്കണേ.